രോഹിത് ശർമ്മയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർ ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകനാകുമെന്ന് റിപ്പോർട്ട്. 2020-ൽ ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയും ആവും. ശ്രേയസ് അയ്യരെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ ഉയരുന്നത് വ്യാപക വിമർശനങ്ങളാണ്. IPL-ലും ചാമ്പ്യൻസ് ട്രോഫിയിലും തിളങ്ങിയിട്ടും ശ്രേയസിനെ മനഃപൂർവ്വം തഴഞ്ഞെന്നാണ് സമൂഹമാധ്യമങ്ങളിലെ ആരാധകരുടെ ആരോപണം. എന്നാൽ ശ്രേയസിന്റെ കാര്യത്തിൽ BCCIക്ക് മറ്റു ചില പദ്ധതികളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2020 ടീമിൽ ഇടമില്ലെങ്കിലും ഏകദിന ടീമിന്റെ നട്ടലായ ശ്രേയസിനെ ഭാവി ക്യാപ്റ്റനായാണ് BCCI കാണുന്നത്. രോഹിത് ശർമ്മ വിരമിക്കുമ്പോൾ ശ്രേയസിനെ ഏകദിന ടീമിന്റെ നായകനാക്കാനാണ് ആലോചന. 3 ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലിനെ നായകനാക്കാനായിരുന്നു BCCIയുടെ ആദ്യ പദ്ധതി. നിലവിൽ ടെസ്റ്റ് ക്യാപ്റ്റനായ ഗില്ലിന് സൂര്യകുമാർ യാദവ് മാറുമ്പോൾ 2020 ടീമിന്റെ നായകസ്ഥാനവും കൊടുക്കും. എന്നാൽ ജോലിഭാരം കണക്കിലെടുത്ത ഏകദിനത്തിൽ ഒഴിവ് നൽകും. അപ്പോൾ ശ്രേയസാകും ഏറ്റവും അനുയോജ്യനെന്നാണ് BCCIയുടെ കണക്കുകൂട്ടൽ. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.